Okay, in the third quadrant, ആരാ പറഞ്ഞുതരിക? ഗോപിക. ഗോപിക ഓഡിബിൾ ആണ്? ഗോപിക. ഓക്കെ. അശ്വിത. അശ്വിത ഓഡിബിൾ ആണോ? ഹലോ. 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 അശ്വിത ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. എന്താണ് തേർഡ് ക്വാഡ്രന്റിൽ അല്ലെങ്കിൽ തേർഡ് ഡ്യൂറേഷൻ ടൈം പീരീഡിൽ എന്താണ് സംഭവിക്കുന്നത്? അർച്ചിത. ഓക്കെ, ക്ലിയർ ഇല്ല. അർച്ചിത. അർച്ചിത. അർച്ചിത ഓഡിബിൾ ആണോ? മൈക്ക് ഓൺ ആക്കും. പാർവതി. ദീപ്തി. സർ. ഓക്കെ, തേർഡ് ക്വാഡ്രന്റിൽ എന്താ സംഭവിക്കാം? തേർഡില് വോൾട്ടേജ് പോസിറ്റീവ് ആകും. വോൾട്ടേജ് പോസിറ്റീവ് ആണ്. ശ്രദ്ധിക്കുക, ഡയഗ്രത്തിൽ തന്നെ നോക്കണം. ഞാനിപ്പോൾ റെഡിൽ കാണിച്ചിരിക്കുന്നതാണ് തേർഡ് ക്വാഡ്രന്റ് അല്ലെങ്കിൽ തേർഡ് ആ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ വോൾട്ടേജ് എന്താണ്? വോൾട്ടേജിന്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? വോൾട്ടേജ് നെഗറ്റീവ്. ഓക്കെ, വോൾട്ടേജ് നെഗറ്റീവ് ആണ്. വാട്ട് അബൌട്ട് കറണ്ട്? കറണ്ട് പോസിറ്റീവ്. ഇയാൾ വേവ് ഫോം നോക്കുന്നേ ഇല്ലെന്ന് തോന്നല്ലോ. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ ഒരു ഡയഗ്രത്തിൽ ശ്രദ്ധിക്കുക. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മുടെ മൈക്ക് ഇയാൾ ഓഫാക്കിക്കോ. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വോൾട്ടേജ് ഇനിഷ്യലി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു. അതിനുശേഷം ഈ ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ വോൾട്ടേജ് നെഗറ്റീവിലേക്ക് വന്നു. അതിനുശേഷം കറണ്ട് ലാഗ് ചെയ്തിട്ടാണ് കറണ്ട് പിന്നീട് എന്ത് ചെയ്തു? സീറോ ക്രോസ് ചെയ്ത് നെഗറ്റീവിലേക്ക് വന്നു. സോ ഈ പർട്ടിക്കുലർ ഡ്യൂറേഷൻ നമ്മൾ വരച്ച ഈ ഡ്യൂറേഷനിൽ during this particular time interval both voltage and current is negative. വോൾട്ടേജും നെഗറ്റീവ് ആണ്, കറണ്ടും നെഗറ്റീവ് ആണ്.
So what will be the power? So power is, we know that V into I, since both quantities are of negative value, now the power is positive. So again, we know that since power is positive, power flows in the direction that is from DC side to AC side. So it is working as an inverter during the third quadrant. തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ഇത് അല്ലേ, ഇവിടെ എന്തായിരുന്നു വി നോട്ട് നെഗറ്റീവ് ആണ്, അതേപോലെ തന്നെ ഐ നോട്ട് പോസിറ്റീവ് ആണ്, സോറി നെഗറ്റീവ് ആണ് അല്ലേ. അപ്പോൾ രണ്ട് ക്വാണ്ടിറ്റിയും നെഗറ്റീവ് ആയതാണ് തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റിൽ പവർ ഡി സി സൈഡിൽ നിന്ന് എ സി സൈഡിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. സോ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ക്വാഡ്രന്റ് ഇറ്റ് വർക്ക്സ് ആസ് ആൻ ഇൻവെർട്ടർ. Again, let us discuss the fourth one. So it is available here actually, fourth one, or we can even discuss here also. This is the fourth one. So the fourth cycle, current is negative. So current I is negative. അല്ലേ, കറണ്ടിന്റെ വാല്യൂ എന്താണ്? ഫോർത്ത് സൈക്കിൾ നെഗറ്റീവ് ആണ്. ആൻഡ് വാട്ട് അബൌട്ട് വോൾട്ടേജ്? വോൾട്ടേജ് ഈസ് പോസിറ്റീവ് ഹിയർ. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വോൾട്ടേജ് 0 ക്രോസ് ചെയ്ത് പോസിറ്റീവിലേക്കായി. സോ വോൾട്ടേജ് ഈസ് പോസിറ്റീവ്. സോ ഇഫ് യു കാൽക്കുലേറ്റ് പവർ, പവർ ഈസ് ഓൾസോ നെഗറ്റീവ്. സോ ദാറ്റ് മീൻസ് പവർ ഫ്ലോസ് ഇൻ ദിസ് ഡയറക്ഷൻ. സോ ദാറ്റ് ഈസ് ഫ്രം എ സി സൈഡ് ടു ഡി സി. So what input is AC and output is DC. That means it is a rectifier. So in the fourth quadrant, our inverter circuit should work as a rectifier. So while designing an inverter circuit, we have to consider this particular points. So in the first quadrant, it should work as an inverter. In the second quadrant, rectifier. Again, third quadrant, inverter. In the fourth quadrant, rectifier. So while designing the circuit, an inverter circuit must work in inverter mode and also in rectifier mode. So that is the basic concept of switched mode inverter. Okay, ഈ ഒരു പർട്ടിക്കുലർ ഡയഗ്രം ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആക്കാം, ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. Okay, first we have a single phase switched mode inverter and we also have a filter circuit. That means it will convert DC to a pure AC. So our input is DC voltage, that is VD, and output is AC, so that is V naught. So if we connect this particular circuit to an inductive load like motor, solenoid, relay, etc., we will get an output waveform in the form of current lags voltage or voltage leads current. അല്ലേ, കറണ്ട് ലാഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു 13 ഫേസ് ആംഗിൾ വെച്ചിട്ട് കറണ്ട് ആരുടെ പിന്നിലായിരിക്കും? വോൾട്ടേജിന്റെ പിന്നിലായിരിക്കും. സോ ഇഫ് യു analyze this particular waveform, what first I am doing is I am taking this particular interval where both the current and voltage is of positive magnitude. So if we multiply, we will get power positive. So since a positive quantity is multiplied by another positive quantity, so we will get power is positive. For this particular circuit, we can tell that power is positive, means power flows from in this direction. So that means DC is converted to AC. And since both the value is of positive, we mean that it is in the first quadrant because voltage and current is positive in the first quadrant. So in this first quadrant, it should work as a DC to AC converter, that is an inverter. Again, in the second quadrant, that is a time interval between this particular instant, we can note that the voltage which was positive earlier now crossed 0 to a negative value. Now the voltage is negative and current is positive. So if we multiply this, we will get a negative power. Since voltage is negative, we will get a negative power. That means power flows in this direction.
So what happens? AC is converted back to DC. AC DC ലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. So in the second quadrant, that is voltage is negative and current is positive, it comes in the second quadrant where DC is converted to, AC is converted to DC because current flow is in the opposite direction. So at that time, our inverter circuit should work as a rectifier. Again, if you go for the third cycle, so this is third interval where both current and voltage is in the negative side. So if you multiply two negative quantity, we will get power positive. Again, we know that the power flows from a DC side to AC side. So in the third quadrant, it is working as an inverter. That is inverter circuit ആണ് work ചെയ്യുന്നത്. Now in the last fourth quadrant, that is this one, where voltage is positive and current is negative. So here also, if you want, you can draw it. Okay, current is negative and voltage is positive. So this is the interval, or you can explain from here. So since current is negative, if you multiply both current and voltage, power also will become negative. So that means power flows in this direction, that is from AC side to DC side. That means it is in the fourth quadrant, it is working as a rectifier. Fourth quadrant എന്താണ്, അതൊരു rectifier പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു സ്വിച്ച്ഡ് മോഡ് ഇൻവേർട്ടറിന്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയും. Okay, now we can read this one. The output waveforms show that during interval 1, V0 and I0 are positive, whereas during interval 3 and 3, V0 and I0 are negative. അല്ലേ, ഇന്റർവെൽ 1 V0 I0 രണ്ടും പോസിറ്റീവ് ആണ്, ഇന്റർവെൽ 3 V0 I0 നെഗറ്റീവ് ആണ്. Therefore, during interval 1 and 3, the instantaneous power flow V0 into I0 or V0 into I0 is from DC to AC side. DC in the AC side or positive. So it corresponds to an inverter mode of operation. So at that particular time interval, the circuit is working as an inverter. അല്ലേ, നമ്മൾ പറഞ്ഞത് കറക്റ്റ് ആണ്. So in contrast, V0 and I0 are of opposite sign during interval 2 and 4. Therefore, P0 flows from the AC side to DC side of the inverter, corresponding to a rectifier mode of operation. Interval 2 and 3 അല്ലെങ്കിൽ quadrant 2 and 4, sorry, quadrant 2 and 4 power flow എന്ന് പറയുന്നത് AC side to DC side ആണ്. So it corresponds to rectifier mode of operation. Therefore, the switched mode inverter of figure must be capable of operating in all four quadrants of I0 V0 plane during each cycle of AC output. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഇൻവെർട്ടർ അല്ലെങ്കിൽ നമ്മൾ ഈ ഫിഗറിൽ ഡിസ്കസ് ചെയ്ത ഇൻവെർട്ടർ എന്ന് പറയുന്നത് 4 ക്വാഡ്രന്റിലും വർക്ക് ചെയ്യുന്നത് പോലെ ആകണം, അല്ലെ? അപ്പൊ ഇതൊരു ഇൻഡക്റ്റീവ് ലോഡ് വന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ഇൻഡക്റ്റീവ് ലോഡ് വരും. ഇത് പക്ക റെസിസ്റ്റീവ് ലോഡ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു കറണ്ട് ലാക്സ് വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. അത് എന്താ പറയാ, റെസിസ്റ്റീവ് ലോഡ് ആണെങ്കിൽ കറണ്ടും വോൾട്ടേജും സെയിം ഫേസിലായിരിക്കും. അവിടെ എപ്പോഴും പവർ എന്താണ്, പവറും പോസിറ്റീവ് ആയിരിക്കും. കറണ്ടും വോൾട്ടേജും സെയിം ഫേസ് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടും പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്, ഇവിടെ രണ്ടും നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ പവർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു റെസിസ്റ്റീവ് ലോഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ഇങ്ങനൊരു എന്താ പറയാ, എല്ലാ ക്വാഡ്രന്റിലും വർക്ക് ചെയ്യണം എന്നില്ല. ഇൻവെർട്ടർ അതായത് മോഡ് 1ലും 3ലും മാത്രം വർക്ക് ചെയ്താൽ മതി. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു റെസിസ്റ്റീവ് ലോഡ് എന്ന് പറയുന്ന ഒരു ലോഡ് നമുക്കിപ്പോൾ എവിടെയും വീടുകളിൽ നോക്കിക്കഴിഞ്ഞാലും ഇൻഡസ്ട്രിയിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇൻഡക്റ്റീവ് ലോഡാണ് ഉള്ളത്, അല്ലെ? നമ്മുടെ വീട്ടിൽ പമ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഫാൻ ഉണ്ട്. ഇതൊക്കെ മെജോറിറ്റി ഇൻഡക്റ്റീവ് ലോഡ് തന്നെയാണ് വരുന്നത്.
അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻവെർട്ടർ എല്ലാ ക്വാഡ്രന്റിലും 1, 2, 3, 4 ക്വാഡ്രന്റിൽ വർക്ക് ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാം, കാരണം പലരും മൈക്ക് ഇപ്പോൾ ഓൺ ആവുന്നില്ല. അപ്പം ഒന്ന് ചാറ്റ് ബോക്സിൽ അങ്ങ് റിപ്ലൈ ചെയ്യാം, നിങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യാനാണ്. Okay. Now we are going to discuss about pulse width modulated switching scheme. Okay. അപ്പോൾ ഞാൻ ആദ്യത്തെ ക്ലാസ് ഫസ്റ്റ് അവറിൽ ഞാൻ പറഞ്ഞു നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ക്വയർ വേവ് ഇൻവെർട്ടറിനെ പറ്റിയോ സിംഗിൾ ഫേസ് വോയിസ് ക്യാൻസലേഷൻ ഇൻവെർട്ടറിനെ പറ്റിയോ അല്ല, പൾസ് വിഡ്ത്ത് മോഡുലേറ്റഡ് ഇൻവെർട്ടറിനെ പറ്റിയിട്ടാണ് ഇനി അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഇൻവെർട്ടറിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിക്കണം. വി ഓൾറെഡി നോ അബൌട്ട് PWM അല്ലേ? ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് PWMനെ പറ്റി പഠിച്ചതാണ്. സോ ഇറ്റ് വാസ് സംതിങ് ലൈക്ക് വി ഹാവ് എ റാമ്പ് സിഗ്നൽ and we have a control voltage we have a ramp signal and a control voltage, and we'll be comparing this ramp and control voltage to get pulses, output pulses. Okay, ഇങ്ങനെയാണ് നമ്മൾ PWMൽ പഠിച്ചത്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് പൾസ് വിത്ത് മോഡുലേറ്റഡ് ഇൻവെർട്ടർ ഞാൻ പറയുന്നു ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു PWM നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റും? ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് അവർ മുതലേ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. ഞാൻ ഇപ്പോൾ പറയുന്നു, അതായത് ഈ ഒരു PWM കോൺസെപ്റ്റ് ഞാൻ ആദ്യത്തെ സെക്കൻഡ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്ത DC to DC കൺവേർട്ടർ പഠിപ്പിക്കുമ്പം യൂസ് ചെയ്ത ഈ ഒരു PWM അതാണ് ഇത്. അതായത് റാം സിഗ്നൽ, ഒരു റാമ്പ് വേവ് ഫോം, ഒരു കൺട്രോൾ വോൾട്ടേജ് അല്ലെങ്കിൽ എറർ വോൾട്ടേജുമായിട്ട് നമ്മൾ എന്ത് ചെയ്ത് കമ്പയർ ചെയ്തു, അങ്ങനെ പൾസസ് ഉണ്ടാക്കി. ഇങ്ങനെ ഉണ്ടാക്കുന്ന പൾസ് എന്ന് പറയുന്നത് ടൈം പീരീഡ് എന്താണ് റാമ്പിന്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ചായിരിക്കും. അതേപോലെ കൺട്രോൾ വോൾട്ടേജിനനുസരിച്ചാണ് ഓൺ ടൈമും ഓഫ് ടൈമും വേരി ചെയ്യുക. ഒന്നുകൂടെ പറയാം, ദ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഓഫ് ദ പൾസ് ഇസ് ഡിപ്പെൻഡ് ഓൺ ദ റാമ്പ് frequency and the on and off duration of this output is depends on the control voltage. അപ്പോൾ ഞാൻ പറയുന്നു PWM ഇൻവെർട്ടറിന്റെ കേസിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു പൾസ് വിഡ്ത്ത് മോഡുലേറ്റഡ് ഇൻവെർട്ടറിന്റെ കേസിൽ, in the case of pulse width modulated inverter, the input DC voltage is constant and we have to vary the magnitude and frequency of inverter. ഇൻവെർട്ടറിന്റെ മാഗ്നിറ്റ്യൂഡും ഫ്രീക്വൻസിയും വേരി ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ? ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്തത്, ഈ ഒരു പർട്ടിക്കുലർ PWM വെച്ചിട്ട് നമ്മൾ ആ കേസിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് വേരി ചെയ്തത്. ഇതിൻ്റെ അകത്തുള്ള ടൈം പീരീഡ് ഫിക്സഡ് ആണ്. കാരണം എന്താ, റാമ്പിന്റെ ടൈം പീരീഡ് തന്നെയാണ് ഇവിടെ വരുന്നത്, റാമ്പിന്റെ ഫ്രീക്വൻസി നമ്മൾ മാറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ അകത്ത് ടൈം പീരീഡ് ഫിക്സഡ് ആണ്. നമുക്ക് ഓൺ ടൈമും ഓഫ് ടൈമും മാത്രമേ വേരി ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അപ്പം ഇവിടെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പർട്ടിക്കുലർ PWM ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ അഡ്ജസ്റ്റ് ഓൺലി ദ മാഗ്നിറ്റ്യൂഡ് അല്ലേ? അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ പഠിച്ച
PWM ലാസ്റ്റ് മോഡ്യൂളിൽ പഠിച്ച PWM നമുക്ക് ഇൻവെർട്ടറിന്റെ കേസിൽ PWM ഇൻവെർട്ടറിന്റെ കേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം. In inverter circuit, we would like the inverter output to be sinusoidal with magnitude and frequency controllable. We need to control the magnitude and frequency of inverter output. In order to produce a sinusoidal output voltage waveform at a desired frequency, a sinusoidal control voltage at the desired frequency is compared with a triangular waveform. ഇവിടെ റാമ്പും മാറി, കൺട്രോൾ വോൾട്ടേജും മാറി. കൺട്രോൾ വോൾട്ടേജ് DC ആയിരുന്നു, അതേപോലെ റാമ്പും മാറി അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മളിവിടെ ട്രയാങ്കിളും സൈനും വേവും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. സോ ഇൻവെർട്ടറിന്റെ കേസിൽ നമുക്ക് we need to control both frequency and magnitude of output voltage. So we are using a PWM technique such that it can control both frequency and magnitude. So for doing that one, instead of ramp and DC control voltage, which we were discussing in the previous class, now we are replacing both by sine wave and triangular waveform. So the diagram looks like this. So here we have triangular waveform. So this is triangular. So this is of sine. So sine and triangular waveform is compared to get an output waveform like this. So how? The concept is same, okay? You can note that what happens when the magnitude of triangular waveform is greater than control voltage or sine wave, the output is 0. Output goes into negative value. Actually, output goes into negative value. And when the magnitude of control voltage is greater than triangular waveform, the output is positive. അല്ലേ? അപ്പോൾ അങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്. എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? കൺട്രോൾ വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ് ട്രയാങ്കുലർ വേവ് ഫോമിന്റെ മാഗ്നിറ്റ്യൂഡിനേക്കാളും കൂടുതലാണെങ്കിൽ ഔട്ട്പുട്ട് നെഗറ്റീവും, അവിടെ ഒരു നെഗറ്റീവ് പൾസ് വരും. അതുപോലെ തന്നെ കൺട്രോൾ വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് സൈൻ വേവിന്റെ മാഗ്നിറ്റ്യൂഡ് ട്രയാങ്കുലറിനേക്കാളും കൂടുതലാണെങ്കിൽ, ഗ്രേറ്റർ ദാൻ ട്രയാങ്കുലർ വേവ് ഫോം ആണെങ്കിൽ പോസിറ്റീവ് പൾസ് എന്നുള്ള രീതിയിൽ നമുക്കൊരു സീക്വൻസ് ഓഫ് പൾസ് കിട്ടി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ DC സിഗ്നൽ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ ഓൾമോസ്റ്റ് ഈ ട്രയാങ്കുലറിന്റെ എല്ലാ പോർഷനും ഈക്വൽ ആയിട്ടാണ് ക്രോസ് ചെയ്യുക അല്ലെ. ഇവിടെ ക്രോസ് ചെയ്യുന്ന സെയിം ആണ്, ഇവിടെ ക്രോസ് ചെയ്യുന്നത് ഈ ക്രോസ് ചെയ്യുന്നത് ഈ ട്രയാങ്കുലറിന്റെ മാഗ്നിറ്റ്യൂഡ് DC-നേക്കാളും ഹയർ ആയി എന്ന് പറയുന്ന കണ്ടീഷൻ എല്ലാ കേസിലും സെയിം ആയിട്ട് വരും. അതേപോലെ തന്നെ ട്രയാങ്കുലറിന്റെ മാഗ്നിറ്റ്യൂഡ് DC-നേക്കാളും ലെസ് ആണെന്നുള്ളത് എല്ലാ കേസിലും സെയിം ആയിട്ട് വരും. അതുകൊണ്ടാണ് DC ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ സൈൻ വേവ് യൂസ് ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജ് നമുക്ക് നോക്കാം. ഈ ഒരു ഇൻസ്റ്റന്റ് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ക്രോസ് ചെയ്യുന്ന ഡ്യൂറേഷൻ, അതായത് ട്രയാങ്കുലറിനേക്കാളും കൺട്രോൾ വോൾട്ടേജ് ലെസ് ആയി വരുന്ന ഡ്യൂറേഷൻ ഇവിടെ കൂടുതലും, അതുപോലെ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ വളരെ കുറവുമാണ്. അങ്ങനെ ഒരു വേരിയേഷൻ വരുന്നുണ്ട് അല്ലെ. നേരെ മറിച്ചും ഒരു വേരിയേഷൻ വരുന്നുണ്ട്, ഡിഫറൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ റിസൾട്ടന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ നോക്കാം. ഇവിടം വരെയാണ് ഞാൻ എൻ്റെ AC വോൾട്ടേജിന്റെ ഫ്രീക്വൻസി ആക്കി എടുത്ത്, അല്ലെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉള്ളതെന്ന് അസ്യൂം ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഈ പോസിറ്റീവ് പൾസിന്റെ ഡ്യൂറേഷൻ ആദ്യം കുറവായിരുന്നു, പിന്നീട് കൂടി വരുന്നുണ്ട്. സെയിം ടൈം നെഗറ്റീവിന്റെ ഡ്യൂറേഷൻ ആദ്യം കൂടുതലായിരുന്നു, പിന്നീട് കുറഞ്ഞു വരുന്നുണ്ട്. ഒന്നുകൂടെ പറയാം.
ഈ പൾസിന്റെ വിഡ്ത്തിലുള്ള ചേഞ്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനീഷ്യലി പോസിറ്റീവ് പൾസിന്റെ വിഡ്ത്ത് കുറവായിരുന്നു, പിന്നീട് അത് കൂടിക്കൂടി വന്നു. ഏതാണ്ട് നമുക്ക് എ സിന്റെ മാഗ്നിറ്റ്യൂഡ് മാക്സിമം എത്തുന്ന സമയത്ത് വിഡ്ത്ത് കൂടുതലാണ്. പിന്നീട് എ സിന്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നതനുസരിച്ച് ആ വിഡ്ത്ത് കുറഞ്ഞു വന്നു. അങ്ങനെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ പോകുമ്പോൾ അത് വളരെ കുറവായി വന്നു. ഇനി നേരെ മറിച്ച് നെഗറ്റീവ് പൾസിന്റെ വിഡ്ത്ത് ആണെങ്കിൽ ഇനീഷ്യലി കൂടുതലായിരുന്നു, പിന്നീട് കുറഞ്ഞു വന്നു. എ സിയുടെ മാഗ്നിറ്റ്യൂഡ് മാക്സിമം എത്തുമ്പോൾ അത് വളരെ മിനിമം ആയി, പിന്നീട് അതെന്ത് ചെയ്യുന്നു, കൂടി വരുന്നു. സെയിം ടൈം അടുത്ത ഹാഫ് സൈക്കിൾ നോക്കി, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കി കഴിഞ്ഞാൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ പോസിറ്റീവ് പൾസിന്റെ വിഡ്ത്ത് കുറഞ്ഞു വരുന്നുണ്ട്. നെഗറ്റീവ് മാക്സിമത്തിൽ നിങ്ങളെ എ സി വേവ് ഫോം എത്തുന്ന സമയത്ത് പോസിറ്റീവ് പൾസിന്റെ വിഡ്ത്ത് വളരെ മിനിമമാണ് അല്ലേ? പക്ഷെ ആ സമയത്ത് നെഗറ്റീവ് പൾസിന്റെ വിഡ്ത്ത് എന്തായി, മിനിമത്തിൽ നിന്ന് മാക്സിമത്തിലേക്ക് വന്നു, പിന്നീട് അതിങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ ആവറേജ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം, പോസിറ്റീവ് പൾസ് കൂടുതലാണെങ്കിൽ, പോസിറ്റീവ് പൾസിന്റെ വിഡ്ത്ത് കൂടുതലാണെങ്കിൽ അവിടെ മാക്സിമം പോസിറ്റീവ് മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടും. അതുപോലെ നെഗറ്റീവ് പൾസിന്റെ വിഡ്ത്ത് കൂടുതലാണെങ്കിൽ മാക്സിമം നെഗറ്റീവ് മാഗ്നിറ്റ്യൂഡ് എ സിയിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ഫണ്ടമെന്റൽ വേവ് ഫോമിനെ പറ്റിയിട്ടാണ്. അപ്പം ഫണ്ടമെന്റൽ വേവ് ഫോം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 50 ഹെർട്സ് എ സി ആണെങ്കിൽ ഈ ഒരു എ സിന്റെ ഉള്ളിൽ പല ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ ഉണ്ടാവും. 50 ഹെർട്സ് ഉണ്ടാവും, 100 ഹെർട്സ് ഉണ്ടാവും, 150 ഹെർട്സ് ഉണ്ടാവും. പക്ഷെ അതിൽ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ മെജോറിറ്റി ആയിട്ടുള്ളത് ഈ 50 ഹെർട്സിന്റെ ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വേവ് ഫോം കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ആവറേജ് വാല്യൂ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇവിടെ ഓൾമോസ്റ്റ് എന്താ പറയുക, നെഗറ്റീവ് പൾസ് ആയിരിക്കും കൂടുതൽ, പിന്നീട് പോസിറ്റീവ് പൾസിന്റെ വിഡ്ത്ത് കൂടി വരും. അപ്പോൾ ആവറേജ് എടുക്കുമ്പോൾ ആവറേജ് വാല്യൂ കൂടി വരും. ഈ ഒരു പോയിന്റിൽ എത്തുമ്പം എന്തായി, പോസിറ്റീവ് പൾസിന്റെ മാഗ്നിറ്റ്യൂഡ് ഹൈ ആയി. അപ്പം എ സിയുടെ വാല്യൂ, ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ അത് മാക്സിമം ആവും. കാരണം എന്താ, നെഗറ്റീവ് വളരെ കുറവാണ്. അപ്പോൾ ഈ വിഡ്ത്തിനനുസരിച്ച് എന്ത് ചെയ്യും, ആവറേജ് വാല്യൂ മാറി വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പോസിറ്റീവ് പൾസും നെഗറ്റീവ് പൾസും ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ്, ഇത് ജസ്റ്റ് ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. കാരണം ഇത് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എനിക്കൊരു സർക്യൂട്ട് വേണം. അത് ഈ ക്ലാസ്സിൽ പഠിപ്പിക്കാനായിട്ടില്ല, അടുത്ത 1-2 ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മളത് പഠിക്കും. അപ്പോൾ ഇവിടെയാണ് സംഭവിക്കുന്നത്. സോ ദിസ് ഈസ് വി ക്യാൻ കോൾ ദിസ് ഓൺ ആസ് SPW, സൈനസോയിഡൽ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. Okay, the difference between the basic PWM and SPWM, or whatever the PWM which is used in pulse modulated inverter is, instead of ramp and DC voltage, DC control voltage, we are using triangular waveform and AC control voltage, and both are compared. So we will get a output voltage which is having positive magnitude and negative magnitude, and the width of this will keeps on varying. Width of positive magnitude pulses and negative magnitude pulses will keep on varying. And if you observe the fundamental quantity or fundamental frequency or average value, we can note that it keeps on varying. അല്ലേ? നമ്മൾ സാധാരണ ഒരു ഇൻവെർട്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും കിട്ടുക. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, ഓൾമോസ്റ്റ് ഒരു സ്ക്വയർ വേവ്. കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയി നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇതാണ് നമ്മൾ ഓക്കെ ഒരു ഇൻവെർട്ടർ AC പോലെ നമ്മൾ വേണമെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ കിട്ടും. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വേവ് ഫോമിനും കൂടെ ട്രൈ ചെയ്യാം. രണ്ട് വേവ് ഫോം ആയാലും AC കറക്റ്റ് ആണ്. സോ ഇത് ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് നമ്മൾ AC ആയിട്ട് പറയുന്നത് കൊണ്ട് 50 ഹെർട്സ് നമ്മൾ സ്വിച്ച് ചെയ്ത് ഏതാണ്ട് ഇതേപോലെ നമുക്കൊരു ഔട്ട്പുട്ട് അസംഷനാണ്. ഇത് ഇങ്ങനെ ഏതാണ്ട് ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടും. ഓർ ഇൻ ദിസ് കേസ് ദ AC ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനൊരു വേവ് ഫോം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഇൻഡക്റ്റീവ് ലോഡിനെയൊക്കെ നല്ലോണം ഡിസ്റ്റർബ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കിട്ടുന്നത്. നിങ്ങൾ ഇൻവെർട്ടർ വീടുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഫാനൊക്കെ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ഒരു ഹമ്മിങ് സൗണ്ട് കേൾക്കും എന്ന് പറഞ്ഞൊരു മൂളൽ നമുക്ക് കേൾക്കും അല്ലെ? അപ്പൊ അത് ഈ ഒരു
വേവ് ഫോമിലുള്ള ഡിഫറൻസ് കൊണ്ടാണ്. സാധാരണ എ സിയിൽ 50 ഹെർട്സ് എ സിയിൽ നോർമലായിട്ട് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഫാന് നമ്മൾ ഇൻവേർട്ടറിന്റെ ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത്, ഇൻവേർട്ടർ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഹമ്മിങ് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും അല്ലേ? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു വേവ് ഫോമിലുള്ള ഡിഫറൻസ് കൊണ്ടാണ്. അപ്പൊ ഈ ഒരു റീസെന്റ് ആയിട്ട് വരുന്ന ഇൻവെർട്ടറിലെല്ലാം ആ പ്രശ്നങ്ങൾ വളരെ മിനിമമാണ്. കാരണം എന്ന് വെച്ചാൽ അവർ ഡിസൈനിൽ തന്നെ ഓൾമോസ്റ്റ് ഫിൽറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് എന്ത് ചെയ്ത് ഓൾമോസ്റ്റ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ ഇൻവെർട്ടർ എന്നൊക്കെ പറയുന്ന പുതിയ സർക്യൂട്ടുകൾ കൊണ്ട് ഓൾമോസ്റ്റ് സൈൻ വേവുമായിട്ട് എക്സാക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനുള്ള സർക്യൂട്ടുകളാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ശ്രദ്ധിക്കുക. SPW അല്ലെങ്കിൽ ഇൻവെർട്ടറിന്റെ കേസിൽ PWM എന്ന് പറയുന്നത് നമ്മൾ ട്രയാങ്കുലർ വേവിനെയും സൈൻ വേവിനെയും നമ്മൾ കമ്പയർ ചെയ്യാണ്. നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആ കമ്പാരിറ്ററിന്റെ റിസൾട്ട്, അതായത് നമുക്ക് എന്താ പറയാ, പോസിറ്റീവ് പൾസസും കിട്ടുന്നുണ്ട്, നെഗറ്റീവ് പൾസസും കിട്ടുന്നുണ്ട്. ഇത് ശരിക്കും നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, 2 സ്വിച്ച് ഉണ്ടെങ്കിൽ ഒരു സ്വിച്ചിലേക്ക് ഈ പോസിറ്റീവ് പൾസും ഒരു സ്വിച്ചിലേക്ക് നെഗറ്റീവ് പൾസിനെ ഇൻവേർട്ട് ചെയ്തിട്ടൊക്കെയാണ് കൊടുക്കുക. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇതിൽ വേരിയേഷൻ പൾസിന്റെ വിഡ്ത്തിൽ, പോസിറ്റീവ് പൾസ് ആയാലും നെഗറ്റീവ് പൾസ് ആയാലും പൾസിന്റെ വിഡ്ത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് വേരിയേഷൻ ഉണ്ടാകും. പക്ഷെ നമ്മൾ പണ്ട് പഠിച്ച PWM ആ വേരിയേഷൻ കൺട്രോൾ വോൾട്ടേജിനനുസരിച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അല്ലെങ്കിൽ കൺട്രോൾ വോൾട്ടേജ് വേരി ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ ഒരു കേസിൽ അങ്ങനെയല്ല. ഈ സൈൻ വേവ് ട്രയാങ്കുലർ വേവിനെ ക്രോസ് ചെയ്യുന്നത് എപ്പോഴും എന്താ പറയാ, ഒരേ സീക്വൻസിലല്ല, ഡിഫറെന്റ് ആയിട്ടാണ്. അതുകൊണ്ടാണ് ഈ പൾസിൽ ഒരു വേരിയേഷൻ ഇങ്ങനെ ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അതായത് AC പോസിറ്റീവ് പീക്ക് ആവുന്ന സമയത്ത് നമുക്കറിയാം പോസിറ്റീവ് പൾസിന്റെ വിഡ്ത്ത് വളരെ കൂടുതലും നെഗറ്റീവ് പൾസിന്റെ വിഡ്ത്ത് വളരെ കുറവുമാണ്. AC നെഗറ്റീവ് പീക്ക് ആവുന്ന സമയത്ത് പോസിറ്റീവ് പൾസിന്റെ വിഡ്ത്ത് വളരെ കുറവും നെഗറ്റീവ് പൾസിന്റെ വിഡ്ത്ത് വളരെ കൂടുതലുമാണ്. ആ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇങ്ങനെയുള്ള ഒരു സർക്യൂട്ടുകൾക്കാണ്. അതായത് ഈ ഒരു ഇൻവെർട്ടറിൽ, ഞാൻ ഇൻവെർട്ടറിന്റെ വർക്കിംഗ് പറയാൻ പോകുന്നില്ല, ഇതൊരു ഇൻവെർട്ടർ സർക്യൂട്ടായിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഔട്ട്പുട്ടിന്റെ ഫേസ് എന്ന് പറയുന്ന ടെർമിനൽ ഇതും ന്യൂട്രൽ എന്ന് പറയുന്ന ടെർമിനൽ ഇതുമാണ്. അപ്പോൾ നമുക്ക് 2 സ്വിച്ച് ഉണ്ടെങ്കിൽ അതിൽ പോസിറ്റീവ് പൾസ് ഡയറക്റ്റ് ഈ സ്വിച്ചിലേക്ക് കൊടുക്കും, നെഗറ്റീവ് പൾസ് ഇൻവേർട്ട് ചെയ്തിട്ട് ഈ ഒരു സ്വിച്ചിലേക്ക് കൊടുക്കും. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക. Let us go for the explanation. The triangular waveform in the figure is at a switching frequency Fs, which establishes the frequency with which the inverter switches are switched. Triangular waveform in the frequency ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സ്വിച്ചിന്റെ ഫ്രീക്വൻസി, സ്വിച്ച് ഓൺ ആക്കുന്നതും ഓഫ് ആക്കുന്ന ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. Triangular waveform is also called as carrier waveform. So Fs is also carrier frequency. The control signal V is used to modulate the switch duty ratio and has frequency F1. നമുക്ക് ഔട്ട്പുട്ട് വേണ്ട അതേ ഫ്രീക്വൻസിയിലാണ് ആരുണ്ടാവുക, കൺട്രോൾ സിഗ്നൽ അല്ലെങ്കിൽ സൈൻ വേവ് ഉണ്ടാവുക. ഔട്ട്പുട്ടിൽ എത്രത്തോളം ഫ്രീക്വൻസി വേണം അതേ ഫ്രീക്വൻസിയിലാണ് കൺട്രോൾ സിഗ്നൽ ഉണ്ടാവുക. Which is the desired fundamental frequency of the inverter output voltage. And recognizing that the inverter output voltage will not be a perfect sine wave and will contain the component at harmonic frequencies of F1. അത് പെർഫെക്റ്റ് സൈൻ വേവ് ആകില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെർഫെക്റ്റ് സൈൻ വേവ് അല്ല. അതിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസീസ് ഓഫ് F1, ഫണ്ടമെന്റൽ ഫ്രീക്വൻസീസ് ഓഫ് F1 എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ഇപ്പോൾ 50 ഹെഡ്സ് ആണെങ്കിൽ അതിൽ 100 ഹെഡ്സ് ഉള്ള കോമ്പണൻസ് ഉണ്ടാവും, വളരെ മൈന്യൂട്ട് ആയിട്ട്. 150 ഉള്ള കോമ്പണൻസ്, ഫ്രീക്വൻസി ഉള്ള കോമ്പണൻസ് ഉണ്ടാവും, 200 ഉള്ള കോമ്പണൻസ് ഉണ്ടാവും. അങ്ങനെ പല ഫ്രീക്വൻസിയിലുള്ള കോമ്പണൻസും അതിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ SPW എന്ന് പറഞ്ഞാൽ ഇത്ര വിചാരിച്ചാൽ മതി. ട്രയാങ്കുലർ വേവ് ഫോം എക്സാക്റ്റ് ആയിട്ട് സൈൻ വേവുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ പൾസസ് ജനറേറ്റ് ചെയ്യുന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ പൾസസിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ട് നിൽക്കും. അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ ഇന്നത്തെ കോൺസെപ്റ്റ്? ഓക്കെ, ഇതിൽ 2 ടേം ഉണ്ട്. മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് V കൺട്രോൾ ബൈ V ട്രയാങ്കുലർ ആണ്.
അതേപോലെ ഫ്രീക്വൻസി മോഡുലേഷൻ റേഷ്യോ എന്ന് പറയുന്നത് എഫ് എസ് അല്ലേ, എഫ് എസ് എന്ന് പറയുന്നത് ഏതിൻ്റെ ആയിരുന്നു? എഫ് എസ് എന്ന് പറയുന്നത് കാരിയർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ട്രയാങ്കുലർ വേവ് ഫോമിൻ്റെ ഫ്രീക്വൻസിയാണ്, ഡിവൈഡഡ് ബൈ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണ്. ഈ രണ്ട് ടേം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മോഡുലേഷൻ ഇൻഡെക്സ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് വി കൺട്രോൾ ബൈ വി ടി ആർ ഐ അല്ലെങ്കിൽ കൺട്രോൾ വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ബൈ ട്രയാങ്കുലർ വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അതേപോലെ തന്നെ ഫ്രീക്വൻസി മോഡുലേഷൻ റേഷ്യോ എം എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസി ഓഫ് ട്രയാങ്കുലർ വേവ് ഫോം ഡിവൈഡഡ് ബൈ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കുന്ന സൈൻ വേവ് 50 ഹെർട്സ് ആണെങ്കിൽ F1 എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. ഓക്കെ, ഇൻവെർട്ടറിന്റെ ആപ്ലിക്കേഷൻ ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഡി സി പവർ സോഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെയാണോ എന്താ പറയുക ബാറ്ററീസ് ഫ്യൂവൽ സെല്ലിന്റെ വോൾട്ടേജ് ഡി സിന്ന് എ സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, അവിടെയൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. UPS യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കറിയാം. ഇലക്ട്രിക് മോട്ടോർ സ്പീഡ് കൺട്രോളിൽ നമ്മൾ ക്ലാസ് പറഞ്ഞ പോലെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡക്ഷൻ ഹീറ്റിംഗ് എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസിയിലാണ് ഇത് ഹീറ്റിംഗ് സംഭവിക്കുക. അപ്പോൾ എന്താ ചെയ്യുക, ലോ ഫ്രീക്വൻസി സിഗ്നലിനെ ലോ ഫ്രീക്വൻസി പവറിനെ ഹൈ ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡക്ഷൻ കുക്കറിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻവെർട്ടർ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് നമ്മൾ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇൻവെർട്ടറാണ്. ഇൻവെർട്ടർ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുക അല്ലേ, എൻ്റെ വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുക. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് UPS ആണ്, അത് കംപ്ലീറ്റ് യൂണിറ്റിനെയാണ് അതിൽ നമ്മൾ ഇൻവെർട്ടർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻവെർട്ടർ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് സർക്യൂട്ട് വിച്ച് കൺവേർട്ട് DC ടു AC, അതാണ് ഈ ഒരു ഇൻവെർട്ടർ അല്ലേ. ഇതിൽ ബാറ്ററി മറ്റ് അസോസിയേറ്റഡ് കോമ്പണൻസ് ഒന്നും ഇല്ല, ജസ്റ്റ് ഒരു സർക്യൂട്ട് മാത്രമേ ഉള്ളൂ. ഈ DC ഇൻപുട്ട് കൊടുക്കുക, അതിന്റെ ഔട്ട്പുട്ട് AC നിങ്ങൾക്ക് കിട്ടും അല്ലേ. അപ്പം ഈ ഇൻവെർട്ടർ എന്ന് പറയുന്നത് നിങ്ങൾ അത് മാത്രമാണെന്ന് ചിന്തിക്കരുത്, വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ആ പവർ സോഴ്സ് ആണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇത് ഈ സർക്യൂട്ട് പല ആവശ്യങ്ങൾക്കും യൂസ് ചെയ്യാം. AC മോട്ടറിന്റെ സ്പീഡ് കൺട്രോളിന് യൂസ് ചെയ്യാം, ഇൻഡക്ഷൻ ഹീറ്റിങ്ങിന് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ലോഡ് എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെ ചാർജ് ചെയ്യാൻ വേണ്ടി, അത് പവർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഡയഗ്രാം ഒന്ന് നോട്ട് ചെയ്തിട്ട് ഇതിന്റെ വർക്കിംഗ് ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കുക. അപ്പം മനസ്സിലാക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെയാണ് കുറച്ച് കൺഫ്യൂഷൻ ഉള്ളത്. അതായത് AC വാല്യൂ പോസിറ്റീവ് പൾസിന്റെ വിഡ്ത്ത് കൂടുമ്പോഴാണ് പോസിറ്റീവ് വേവ് ഫോമിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നത്. അതേപോലെ തന്നെ എന്താ പറയുക, നെഗറ്റീവ് പൾസിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുമ്പോഴാണ് എന്താ പറയുക ശരിക്കും ഔട്ട്പുട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു AC ഔട്ട്പുട്ട് ഏതാണ്ട് ഇങ്ങനെയാണ് എന്താ പറയുക ഔട്ട്പുട്ടിൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇതിന്റെ ഫണ്ടമെന്റൽ വോൾട്ടേജ് നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ടന്റ് വേവ് ഫോം അല്ലെങ്കിൽ ആവറേജ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് എന്ത് ചെയ്യും, ഒരു സൈൻ വേവ് പോലെ ഉണ്ടാവും എന്നാണ് നമ്മൾ പറയുക. ഔട്ട്പുട്ട് ശരിക്കും ഇതേപോലെ പൾസ് പോലെ തന്നെയാണ് ഉണ്ടാവുക. പക്ഷെ ഇതിന്റെ ആവറേജ് റിസൾട്ടന്റ് വേവ് ഫോം എടുത്തു കഴിഞ്ഞാൽ ഇതെന്താ ഒരു സൈൻ വേവ് പോലെ തന്നെയാണ് ഉണ്ടാവുക. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്തൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഓൺ ടൈം ഇതിന്റെ വിഡ്ത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് AC വേവ് ഫോം കൺട്രോൾ ചെയ്യാം. ഇതിന്റെ ACന്റെ ഫ്രീക്വൻസി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീക്വൻസി ഓഫ് ഔട്ട്പുട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ PWM ഇൻവെർട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്രീക്വൻസി ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് കുറച്ച് ഡ്യൂറേഷൻ 2 അവർ കണ്ടിന്യൂസ് ആയി പോയി. അപ്പം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് നോക്കുക. അതേപോലെ നമ്മളെ എക്സാം നമുക്ക് ഡേ ആഫ്റ്റർ ടുമോറോ, നാളെ മറ്റന്നാൾ, ട്യൂസ്ഡേ വെനസ്ഡേ, ഇന്ന് ട്യൂസ്ഡേ അല്ലേ, വെനസ്ഡേ തേഴ്സ്ഡേ, നമുക്ക് ഫ്രൈഡേ പ്ലാൻ ചെയ്യാം. ഓക്കെ, യൂണിറ്റ് ടെസ്റ്റ്, സെക്കൻഡ് മോഡ്യൂളിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് നമുക്ക് ഫ്രൈഡേ 20. ഓക്കെ, ഇന്ന് വെനസ്ഡേ ആണ്, അപ്പം നമുക്ക് ഫ്രൈഡേ പ്ലാൻ ചെയ്യാം. ടൈമിങ് എന്തായാലും ഈ ഒരു ടൈം ആയിരിക്കില്ല, ഒന്നെങ്കിൽ അറൗണ്ട് 5 o'clock അല്ലെങ്കിൽ ഒരു 8 o'clock അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നടത്തുക. ഓക്കെ, താങ്ക് യു. 2 അവർ കണ്ടിന്യൂസ് ആയിരുന്നതിന് താങ്ക് യു.